അങ്ങനെ ബത്തുമി ഷൊട്ടൂർ റുസ്റ്റോ വാലി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഞാനുള്ളത്. ഞങ്ങളുടെ ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്ന ജോർജിയയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് ബത്തുമി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്തിലാണ് നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു 50 മീറ്റർ നടന്നു വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലായിട്ട് വളരെ സുന്ദരമായിട്ടൊരു ബീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് ഇവിടെ ആൾക്കാർക്ക് നടക്കാനായിട്ടുള്ളൊരു പാത്വേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ബത്തുമി എന്ന് പറയുന്നത്. എസ്പെഷ്യലി ബത്തുമി എന്ന് പറയുന്നത് ജോർജിയയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. എസ്പെഷ്യലി എന്താണ് ബീച്ചസിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ബത്തുമി. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോർജിയയിലുള്ള മറ്റ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബത്തുമിയുടെ ട്യൂഷൻ ഫീസ് തന്നെയാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ബത്തുമിയുടെ ട്യൂഷൻ ഫീസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇയർലി $5,000 ബത്തുമിൻ്റെ ട്യൂഷൻ ഫീസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളോട് പോകുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്യൂഷൻ ഫീസ് വരുന്നതെന്ന് പറഞ്ഞാൽ മോർ ദാൻ $7,000 to $8,000 ഒക്കെ എന്ത് വരുന്നുണ്ട് ട്യൂഷൻ ഫീസ് വരുന്നുണ്ട്. നിങ്ങൾ ഇവിടുന്ന് ഉള്ളിലോട്ട് കയറി വരുമ്പോൾ നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലത്താണല്ലേ യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. ദെൻ എബ്രോഡ് MBBS പഠിക്കാനായിട്ട് നോർമലി ചിന്തിക്കുന്ന സ്റ്റുഡൻസ് ഒരിക്കലെങ്കിലും ചിന്തിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ തന്നെയായിരിക്കും ജോർജിയ എന്ന് പറയുന്നത്. പക്ഷേ ജോർജിയയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവിടെയുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ ഏതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. സോ നമ്മൾ ബത്തുമി ഷൊട്ടോയിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബത്തുമി എന്ന് പറയുന്ന സിറ്റിയാണ്. ജോർജിയയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടിബിലിസിയാണ്. ടിബിലിസിയിൽ നിന്ന് അറൗണ്ട് ഒരു 3.5 to 4 hours ബൈ റോഡ് നമുക്ക് ട്രാവൽ ചെയ്താൽ ബത്തുമിലോട്ട് എത്താനായിട്ട് സാധിക്കും. ദെൻ നമുക്ക് പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോർജിയയുടെ ക്യാപിറ്റലായിട്ടുള്ള ടിബിലിസിയിൽ നിന്ന് ബൈ ഫ്ലൈറ്റ് വരാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഫ്ലൈയിങ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ½ an hour മാത്രമാണ് ഉള്ളത്. ഇനി ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്നൊരു കാര്യം നോക്കുന്ന സമയത്ത് നമുക്ക് 2 ഓപ്ഷൻസാണ് ഉള്ളത് ബത്തുമിലോട്ട് വരാനായിട്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ടിബിലിസി വരിക, ടിബിലിസി വന്നിട്ട് ബൈ റോഡോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റോ എടുത്തിട്ട് വരാനായിട്ട് നമുക്ക് സാധിക്കും. ടിബിലിസിലോട്ട് വരാനായിട്ട് ഡൽഹിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ഉണ്ട്. പിന്നെ ഇല്ലെങ്കിൽ വരുന്ന അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയ ഗൾഫ് കൺട്രീസ് വഴി ഇങ്ങോട്ട് വരിക എന്നതാണ്. ഓക്കെ. ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കൂൽ വന്നിട്ട് വരിക എന്നതാണ്. അസർബൈജാൻ്റെ ക്യാപിറ്റലായിട്ട് ബാക്കൂൽ നിന്ന് ബത്തുമിലോട്ട് വന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. സോ ഈ ഒരു 2 ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബത്തുമിലോട്ട് വരാനായിട്ട് സാധിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോർജിയയിൽ പഠിക്കുന്ന സമയത്തുള്ള ഒരു ടോട്ടൽ എക്സ്പെൻസ്, ലിവിങ് കോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സ്റ്റുഡൻസിന് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും. നമുക്കിപ്പോൾ ജോർജിയ എന്ന് പറയുന്നൊരു കൺട്രിയുടെ ലിവിങ് കോസ്റ്റിലോട്ട് വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ മന്ത്ലി അറൗണ്ട് ഒരു 275 മുതൽ മിനിമം ഒരു $300 വരെയൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നത്, ഒരു ലിവിങ് കോസ്റ്റ് വരുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ടോട്ടലായിട്ടുള്ള ഒരു ലിവിങ് കോസ്റ്റ് ഫോർ 6 years എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു $18,000 വരെ എന്ത് വരും നമുക്ക് ലിവിങ് കോസ്റ്റ് വരും. അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്യൂഷൻ ഫീസ് വരുന്ന $5,000 ആണ്. സോ അറൗണ്ട് ഒരു $48,000 to $50,000 വരെയാണ് നമുക്ക് എന്താണ് ബത്തുമി ഷൊട്ടോയിൽ നമുക്ക് ടോട്ടലായിട്ട് വരുന്നൊരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഫോർ 6 years കാര്യമാണ് ഞാൻ പറയുന്നത്. ദെൻ സ്റ്റുഡൻസിനും പാരൻസിനും അടുത്ത് വരുന്ന ഏറ്റവും വലിയൊരു ഡൗട്ടും കൺഫ്യൂഷനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കൺട്രിയിലോട്ട് MBBS പഠിക്കാനായിട്ട് പോകുന്നു. MBBS പഠിക്കാൻ പോയതിന് ശേഷം നമുക്ക് പ്രോപ്പറായിട്ടുള്ള സർവീസസ് കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാനായിട്ട് ആളുണ്ടാകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാവും. ജോർജിയയെ സംബന്ധിച്ചിട്ട് നമുക്ക് ജോർജിയയിലെ ടിബിലിസിയിലും ബത്തുമിയിലും നമുക്ക് എന്തുണ്ട് ഓഫീസ് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് ഞങ്ങളുടെ ഫുൾ ടൈം സ്റ്റാഫും അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനായിട്ട് നമുക്ക് എന്തുണ്ട് ഫുൾ ടൈം ഇവിടെ ആളുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ദെൻ റിഗാർഡിങ് ദ സേഫ്റ്റി പാർട്ടിലോട്ട് വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ജോർജിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര സേഫായിട്ടുള്ളൊരു കൺട്രിയാണ്. കമ്പയറിങ് വിത്ത് നമ്മൾ ബാക്കിയുള്ള കൺട്രികളായിട്ട് നോക്കുമെന്ന് പറഞ്ഞാൽ ക്രൈം റേഷ്യോ ഒക്കെ 0% എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. അത്രയേറെ സേഫായിട്ടുള്ളൊരു കൺട്രിയാണ് ജോർജിയ. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ നീറ്റ് എഴുതിയിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കാം, +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മികച്ച ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ചോയ്സ് തന്നെ ആയിരിക്കും ബത്തുമി ഷൊട്ടോ. ബിക്കോസ് ബഡ്ജറ്റീവായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അത് കൂടാണ്ട് ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അറൗണ്ട് ഒരു 135 years മുകളിൽ 135 വർഷത്തിന് മുകളിൽ ഓൾഡായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ബത്തുമി ഷൊട്ടോ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നത് എങ്ങനെയാണ് എന്നും അത് കൂടാണ്ട് അഡ്മിഷൻ എടുത്തതിന് ശേഷമുള്ള പ്രോസസ്സും അപ് ടു 6th year വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യുക.